പതിവ് പോലെ രാവിലെ 5:30 ആകുമ്പോഴത്തേക്കും ഒരു അലാറം അടിക്കും പോലെ വീട്ടിൽ നിന്ന് പപ്പയുടെ കോൾ ഉണ്ടാവും. രാവിലെ എണീറ്റിട്ട് പ്രെയർ വെക്കാനുള്ള ഒരു അലാറമാണത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ മൊബൈലിൽ അലാറം വെച്ച് കിടന്നുറങ്ങുന്ന സമയം ഞാൻ ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങും. പക്ഷേ ഈ ഒരു കോൾ വന്നാൽ എന്തായാലും ഞാൻ എണീക്കും. എണീറ്റ് കുറച്ച് സമയം പ്രെയറൊക്കെ കണ്ടതിന് ശേഷം ചിലപ്പോൾ ഞാൻ വീണ്ടും കിടന്നുറങ്ങും. പക്ഷേ ഞാൻ ഇന്നലെ കിടക്കാനൊന്നും പോയില്ല. പ്രെയറെല്ലാം കഴിഞ്ഞു, എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഞാൻ എന്തായാലും ഷോപ്പിൽ കുറച്ച് സമയം പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്കൊന്ന് ചർച്ചിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ചർച്ചിൽ പോയി പ്രെയറൊക്കെ കൂടി അതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ തൊട്ടടുത്ത് തന്നെ മാർക്കറ്റുണ്ട്. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മീറ്റും അതുപോലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ബീഫ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് ബീഫ് വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കപ്പയൊക്കെ കിടപ്പുണ്ടായിരുന്നു. കപ്പ, മറ്റേ ചെറിയ ഉള്ളി, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ അപ്പൂൻ്റെ ഭയങ്കര ഇഷ്ടമായി നമ്മുടെ ഒരു ചീനിക്കിഴങ്ങ്, ആ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ്. അതെന്നാ എന്തോ പറയണം, ചീനിക്കിഴങ്ങെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. മധുരക്കിഴങ്ങെന്നും പറയാറുണ്ട് ഇതിന്. ഈ ഒരു പിങ്ക് കളറിൽ കാണുന്ന ഈ ഒരു സാധനം. അപ്പം അപ്പോൾ പ്രത്യേകം പറയുന്ന ഒരു സാധനം ഉണ്ട്, അതും നമ്മൾ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് സെറ്റാക്കി. അതിന് ശേഷം ഞങ്ങൾ നേരെ എങ്ങോട്ടാണ്, നേരെ നമ്മൾ കുറച്ച് പേരയ്ക്ക വാങ്ങിക്കാമെന്ന് വെച്ചു. കാരണം ഈ ഒരു പേരയ്ക്കയും ഞാനും തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ ഒരു പേരയ്ക്ക. പക്ഷേ ഇപ്പോൾ വന്ന് എനിക്ക് ഈ പേരയ്ക്ക കഴിച്ചിട്ടുണ്ടെങ്കിലും തുമ്മുന്ന അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് പേടിയാണ്. എന്നാലും മരുന്ന് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പേരയ്ക്ക വാങ്ങിച്ചു. ചേട്ടൻ എനിക്ക് കട്ട് ചെയ്ത് കുറച്ച് ഉപ്പും മസാലപ്പൊടിയൊക്കെ ഇട്ട് തന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല ചൂട്, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടും എന്താ പറയുക, നമ്മൾ എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ച് വരാൻ നമ്മൾ സാധാരണ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത് നല്ല ഹോട്ടലുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയി നമുക്ക് മടിവാളയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മടിവാള എത്താറായപ്പോഴത്തേക്കും നമുക്ക് തോന്നി വേണ്ട, കാരണം റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം സൈഡിൽ പോയിട്ട് വേണം പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരാം. അപ്പോൾ ഒത്തിരി ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുമെന്ന് വിചാരിച്ചു. കാരണം വീട്ടിൽ ഓൾറെഡി ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. വരുന്ന വഴിക്ക് എന്തായാലും അത്യാവശ്യം എന്താ പറയുക, നല്ല വെയിലെന്ന് പറഞ്ഞ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കരിഞ്ഞുണങ്ങിപ്പോയി. അത്രയ്ക്കും വെയിലായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരെ വരുന്ന വഴിക്ക് ഒരു ജ്യൂസ് വല്ലതും കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇനിയൊരു കാര്യം പറയാം, വഴി നീളെ ചെക്കിങ് ആയിരുന്നു കേട്ടോ. എന്താണെന്ന് അറിയില്ല, ട്രാഫിക് പോലീസ് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ ഓസറോഡ് എത്തിയപ്പോഴത്തേക്കും ഒരു നല്ലൊരു അടിപൊളി കാഴ്ചയുണ്ട്. സിഗ്നലിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു കാഴ്ച കണ്ടത്. കുറേ പ്രാവിങ്ങനെ ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു വയറിൻ്റെ മേലെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ അടിയിൽ, ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ ഇതിൻ്റെയൊക്കെ കൂടെ ഉണ്ടാകും. ഒത്തിരി പ്രാവ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. നല്ല രസമാണ് ലൈനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ. ഞാൻ കുറച്ച് സമയം അതിനെ നോക്കി. എന്തായാലും കുറച്ച് സമയം നോക്കി നിന്നപ്പോഴത്തേക്കും നമുക്ക് സിഗ്നൽ ഓപ്പൺ. അങ്ങനെ ഞങ്ങൾ നേരെ വന്നു. വരുന്ന വഴിക്ക് നമ്മൾ ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഷുഗർ കെയിൻ ജ്യൂസ് കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.